Hi, hope you are doing great. This is me Shafi Muhammed. Welcome to this new video. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് രണ്ട് രീതിയിലുള്ള കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് നമ്മൾ കാണാറുണ്ട്. ഒന്ന് നമ്മളുടെ ജോബ്, നമ്മളുടെ ജോലി, നമ്മുടെ കരിയർ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതല്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ. മറ്റൊന്ന് നമ്മളുടെ എൻജോയ്മെന്റ്, ഹാപ്പിനെസ്, ഫണ്ണ് സംഭവങ്ങൾ, കാര്യങ്ങളെല്ലാം. ഇത് രണ്ടും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ ഒരു സൈഡിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഠിനാധ്വാനം ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഹാർഡ് വർക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നു. മറ്റൊരു സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ബ്രേക്ക് എടുത്തിട്ട് എൻജോയ് ചെയ്യാനും റിലാക്സ് ചെയ്യാനും ആഗ്രഹിക്കുന്നു. ഇതിന് രണ്ടിനെയും എങ്ങനെയാണ് നമ്മൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക? ഇത് രണ്ടും നമുക്ക് ആവശ്യമാണ്. ഇല്ല എങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ വർക്ക് മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട്, മോട്ടിവേറ്റഡ് ആയിട്ട്, കണ്ടിന്യൂസ് ആയിട്ട് അത് മാത്രം എൻജോയ് ചെയ്ത് പോവുക എന്ന് പറയുന്നത് ഒരിക്കലും നടക്കില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു റേഷ്യോ എങ്ങനെയാണ്, എത്രത്തോളമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക എന്ന് പറഞ്ഞാലും അതിനൊരു റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പണം മാറ്റിവെക്കുന്ന ഒരു കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിലവിൽ ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് ഒരു 5% മാത്രമാണ് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നിങ്ങളുടെ എൻജോയ്മെന്റിനും അതേപോലെ തന്നെ നിങ്ങളുടെ ഫണ്ണായിട്ടുള്ള ആക്ടിവിറ്റീസിനും നിങ്ങൾ മാറ്റിവെക്കാം. ബാക്കിയുള്ളതെല്ലാം നിങ്ങളുടെ ഭാവിയിലേക്കുള്ള പദ്ധതികൾക്കും അതേപോലെ തന്നെ നിങ്ങളുടെ ലയബിലിറ്റീസ് മാനേജ് ചെയ്യാൻ നിങ്ങളുടെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നീക്കി വെക്കണം. ഇത് പറയുന്നത് പോലെ തന്നെയാണ് നമ്മളുടെ സമയം എങ്ങനെയാണ് നമ്മൾ മാറ്റിവെക്കുന്നത്. സ്വാഭാവികമായിട്ട് നമ്മൾ സമയം മാറ്റിവെക്കേണ്ടത് നമ്മൾ 50-50 എന്നുള്ള രീതിയിലല്ല സമയം മാറ്റിവെക്കേണ്ടത്. നമ്മൾ സമയം മാറ്റിവെക്കേണ്ട രീതി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സമയം മാറ്റിവെക്കേണ്ടത് നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഒരു 3 months നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു മാക്സിമം ഒരു 15 days, ഓക്കെ, 15 ദിവസത്തേക്ക് നിങ്ങളൊരു വെക്കേഷൻ എടുക്കുക, അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരാഴ്ചയ്ക്ക്, മാക്സിമം ആണ് 15 ദിവസം പറഞ്ഞിട്ടുള്ളത്, അത് മാക്സിമം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരാഴ്ചയാക്കാം, അല്ലെങ്കിൽ ഒരു 3 ദിവസത്തിനെ നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ടൊരു നല്ലൊരു ഡീപ്പായിട്ടുള്ള ലോങ് ബ്രേക്ക് എടുക്കുക. അപ്പോൾ ഈ രൂപത്തിൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടൊരു 3 മാസം നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എന്ത് ചെയ്യും, എക്സോസ്റ്റഡ് ആവും. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി പിന്നെ വരാതെ ആവും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനുള്ള പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് വരില്ല. നിങ്ങൾക്ക് ആ ഒരു എനർജി ഉണ്ടാവില്ല, പാഷൻ ഉണ്ടാവില്ല. ഓട്ടോമാറ്റിക്കലി ആ ഒരു മൊണോട്ടണസ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയതിൻ്റെ പേരിലോ അതല്ലെങ്കിൽ ഒരു റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഒരു എക്സോസ്റ്റഡ് ആയിട്ട് ഒരു ബേൺ ഔട്ട് സ്റ്റേജിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഷോർട്ട് ബ്രേക്ക് എടുത്തിട്ട് എന്ത് ചെയ്യുക, ഒരു വെക്കേഷന് പോകുക. ഇപ്പോൾ കഴിഞ്ഞ 90 Day ചാലഞ്ച് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോയിരുന്ന സമയത്ത് 90 Day ചാലഞ്ച് എന്ന് പറയുന്ന പ്രോഗ്രാമായിട്ട് 3 മാസത്തെ പ്രോഗ്രാമായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ഫാമിലിയുടെ കൂടെ ഒരു 1 week ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു റിലാക്സേഷൻ, ഒരു ബ്രേക്ക് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, എൻജോയ് ചെയ്തു. സോ നിങ്ങളും ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഒരു വെക്കേഷൻ നിങ്ങൾ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഫാമിലിയുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാം, ഒരു ബ്രേക്ക് അങ്ങ് എടുക്കുക, ഒരു ഫാമിലിയുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ട്രിപ്പ് പോകാം. അതല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ, ഇപ്പം ഈ വ്യക്തിയോടെ പറയുന്നത് ശരിക്കും കേൾക്കുക, വളരെ നല്ല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സമയം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. നിങ്ങളുടെ ഒറ്റയ്ക്കുള്ള യാത്രകളാവാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫാമിലിയുടെ കൂടെയുള്ള യാത്രയാവാം. അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും ഒന്ന് റീഫ്രഷ് ആവും, നിങ്ങൾക്കൊന്ന് റീബൂട്ട് ചെയ്യാൻ പറ്റും, നിങ്ങളെ ഒന്ന് റീജുവനേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സ്വാഭാവികമായിട്ടും ആ ഒരു വെക്കേഷൻ നിങ്ങൾക്ക് ഒരുപാട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഐഡിയാസ് തരും, ഫ്രഷ് ആയിട്ടുള്ള യുണീക്കായിട്ടുള്ള ഐഡിയാസും സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് തരും. പുറമെ നിങ്ങളുടെ ആ ഒരു പഴയ പാഷൻ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും ബിസിനസ്സിൽ. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തതിന് ശേഷം ഒരു 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസമോ ഈ പറഞ്ഞിരിക്കുന്ന 1 week, ഏറ്റവും നല്ലൊരു 1 week ഒക്കെ എടുക്കുന്നത് നല്ലതാണ്. കാരണം 1 week എടുക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ഫീലിംഗ് വരുന്നത് നിങ്ങൾ നിങ്ങളുടെ വർക്കിനെ മിസ് ചെയ്യുന്ന പോലെ ഫീൽ വരും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ചില വ്യക്തികൾ എന്താ വെച്ചാൽ ചെയ്യുന്നൊരു കാര്യം എന്താ വെച്ചാൽ അവരെന്ത് ചെയ്യും, പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ഒരു വീക്കെൻഡ് അങ്ങോട്ട് എൻജോയ് ചെയ്യലാണ്, അല്ലെങ്കിൽ ഹോളിഡേ അങ്ങ് എൻജോയ് ചെയ്യലാണ്. അതായത് അവിടുന്ന് അങ്ങോട്ട് എൻജോയ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അൺലിമിറ്റഡ് ആയിട്ട് അതങ്ങനെ പോകും. അങ്ങനെയല്ല, നിങ്ങൾ എത്രയാണ് നിങ്ങൾ എടുക്കുന്ന ബ്രേക്ക് എന്നുള്ളത് നിങ്ങളുടെ മൈൻഡിൽ തീരുമാനിക്കണം. ഓക്കെ, ഒരാഴ്ചയെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഈ പറഞ്ഞിരിക്കുന്ന ബാക്ക് ടു വർക്ക് എനിക്ക് പോകേണ്ടതുണ്ട് എന്നുള്ള ഒരു ലക്ഷ്യബോധം ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കലല്ല.
മറിച്ച് എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ഫുൾ ആ ഒരു 1 വീക്ക് നിങ്ങൾ ക്ലിയർ ആയിട്ട് അങ്ങ് എൻജോയ് ചെയ്യുക. 1 വീക്കോ അല്ലെങ്കിൽ 2 വീക്സോ നിങ്ങൾ ശരിക്കും എൻജോയ് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ട് എൻജോയ് ചെയ്ത് റിലാക്സ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ആ ഒരു വർക്കിനെ മിസ് ചെയ്ത് തുടങ്ങും. ഞാൻ ഇത്രയൊക്കെ ചെയ്തതായിരുന്നല്ലോ, ഇങ്ങനെയൊക്കെ ചെയ്തത്, ഇനിയും എനിക്ക് ഒരുപാട് ചെയ്യാനുണ്ടല്ലോ. ആ ഒരു താല്പര്യം വരികയും ഓട്ടോമാറ്റിക്കലി തിരിച്ചു വന്നു കഴിഞ്ഞാൽ വീണ്ടും ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പല ആൾക്കാരും ഈ ഒരു ബ്രേക്ക് എടുക്കാറില്ല. അതുകൊണ്ടാണ് പലർക്കും ഇത് പറയുന്നത് കുറേ ആയിട്ട് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ആ ഒരു എനർജി കിട്ടുന്നില്ല എന്ന് പറയും. അപ്പോൾ എനർജി കിട്ടാതെ വരും സമയം വരുമ്പോൾ അതൊരു അടയാളമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. എന്നിട്ട് ടേക്ക് എ പ്രോപ്പർ ബ്രേക്ക്, പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബ്രേക്ക് എടുക്കുക. ഓക്കെ, ഇതിനർത്ഥം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു വർക്ക് ചെയ്യുന്നതിനിടയിൽ 3 മാസത്തിനിടയിൽ ഇടയ്ക്ക് ബ്രേക്കുകളൊന്നും എടുക്കാൻ പാടില്ല, ഹോളിഡേയ്സ് ഒന്നും എടുക്കാൻ പാടില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സൺഡേയ്സിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ആഴ്ചയിൽ ഒരു ദിവസമുള്ള രീതിയിലുള്ള ബ്രേക്കുകളോ കാര്യങ്ങളൊക്കെ എടുക്കാം. പക്ഷേ ഫസ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രയോറിറ്റി വർക്കായിരിക്കണം. അപ്പോൾ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻസ് പ്രയോറിറ്റി വർക്കിന് കൊടുത്തുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയും ചെയ്യുക, അറ്റ് ദ സെയിം ടൈം ഈ രൂപത്തിൽ ചെയ്യുകയും ചെയ്യുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീജുവനേറ്റ് ചെയ്ത് ഫ്രഷ് ആയിട്ട് തിരിച്ച് വരാൻ പറ്റും. ആ രൂപത്തിൽ നിങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയും അതേപോലെ തന്നെ പുതിയ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയ വരും. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള അറ്റ് ദ സെയിം ടൈം പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള വർക്കാണ് നമുക്ക് വേണ്ടത്. അതായത് നല്ല പ്രൊഡക്റ്റീവായിട്ട്, പാഷനേറ്റ് ആയിട്ട്, ഡെഡിക്കേറ്റഡ് ആയിട്ട്, കമ്മിറ്റഡ് ആയിട്ട്, വളരെ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വർക്ക് ചെയ്യണം. ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ട്, ഇൻസ്പയർഡ് ആയിട്ട് വർക്ക് ചെയ്യണം. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മുടെ ക്രിയേറ്റീവ് സൈഡ് ഉണ്ട്, ആ ഒരു ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മെൻറ്റാലിറ്റി ഒരു സൈഡിൽ വേണം. ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് ക്രിയേറ്റീവ് സൈഡിനെയും നമ്മൾ ഫുൾഫിൽ ചെയ്യണം. അപ്പോൾ ഈ ക്രിയേറ്റീവ് സൈഡിനെ റീജുവനേറ്റ് ചെയ്തെടുക്കാനും അതിനെ ഫുൾഫിൽ ചെയ്യാനും യൂട്ടിലൈസ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള രീതിയിലായിരിക്കണം നമ്മുടെ ലൈഫിനെ ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ അതിനാണ് ഈ ബ്രേക്ക് എടുക്കുന്നത്. ഇങ്ങനെ ഒരു ലോങ് ടൈം ബ്രേക്ക് എടുക്കുമ്പോൾ ഫ്രഷ് ആയിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. ഇത് എല്ലാവർക്കും അപ്ലിക്കബിൾ ആണോ എന്നുള്ളത് എനിക്കറിയില്ല. ബട്ട് ഫോർ മീ ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ഫോർ മീ. ബട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക, ട്രൈ ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം എൻ്റെ ഒരു ഈ പറഞ്ഞിരിക്കുന്ന നിലവിൽ മനുഷ്യന്മാരെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണത്, ലൈഫ് ഒരു സൈഡിൽ എൻജോയ് ചെയ്യണം എന്ന് ആഗ്രഹിക്കും, ബട്ട് അറ്റ് ദ സെയിം ടൈം വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കും. നന്നായിട്ട് വർക്ക് ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടാകണം. വർക്ക് ചെയ്യുക, ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ എൻജോയ്മെൻറ്റും റിലാക്സേഷനും ഈ പറഞ്ഞിരിക്കുന്ന രീതിയിലൊന്ന് പ്ലാൻ ചെയ്യുക. അതിനെക്കുറിച്ച് പ്ലാനിങ് വേണം. ഈ പ്ലാനിങ് ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൺട്രോൾ, അവരുടെ ലൈഫിൻ്റെ ഈ പറഞ്ഞിരിക്കുന്ന ടൈമിൻ്റെ കൺട്രോൾ അവരുടെ കയ്യിലുണ്ടാവില്ല. സോ നിങ്ങൾക്ക് അതിന് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പിൻവാങ്ങുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മാക്സിമം ആൾക്കാരിലോട്ട് ഷെയർ ചെയ്യുക. അതുപോലെ ഷാഫി ഇൻസ്പയർസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വാട്സപ്പ് മെസ്സേജ് അയക്കേണ്ട നമ്പറുണ്ട്. നമ്പർ ഇതാണ് 8086880775. ഈ നമ്പറിലൂടെ മെസ്സേജ് അയക്കുക. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ലഭിക്കും, ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂട്യൂബ് ചാനലുണ്ട്, ഫേസ്ബുക്ക് പേജ് ഉണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, ഫോളോ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. എനിവേ, ദിസ് ഈസ് മീ ഷാഫി മുഹമ്മദ്. സീ യു ലേറ്റർ. ബൈ, ടേക്ക് കെയർ, ഹാവ് എ ഫാന്റാസ്റ്റിക് ഡേ.